സ്ട്രേഞ്ചർ തിങ്സിൻ്റെ 5ാമത്തെ സീസൺ ഇന്നലെ റിലീസായിരുന്നു. 5ാമത്തെ സീസൺ ഫുള്ളില്ല, വോളിയം 1 4 എപ്പിസോഡ്, വോളിയം 2 ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിൽ 3 എപ്പിസോഡുകളുമായി പുറത്തിറങ്ങും. പിന്നെ ഫിനാലെ എപ്പിസോഡ് ന്യൂ ഇയറിന്. അങ്ങനെ മൊത്തം 8 എപ്പിസോഡാണ് ഈ സീസണിലുള്ളത്. ഇന്നലെ ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ ഞാൻ 4 എപ്പിസോഡും കണ്ടായിരുന്നു. 1 മണിക്കൂർ 10 മിനിറ്റിനടുത്ത് ഡ്യൂറേഷനുള്ള എപ്പിസോഡ്സാണ് എല്ലാം തന്നെ. മൊത്തം ഒരു 4 മണിക്കൂർ 4.25 മണിക്കൂറോളം ഉണ്ട്, 4 എപ്പിസോഡോടെ ചേർത്ത്. 4th എപ്പിസോഡ് 1 മണിക്കൂർ 26 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഒരു 4.5 മണിക്കൂർ വരും എല്ലാം കൂടെ. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഇതൊരു ഔട്ട്സ്റ്റാൻഡിങ് സീസണാണ്, ഔട്ട്സ്റ്റാൻഡിങ് വോളിയമാണ് ഈ വോളിയം 1. ഒന്നും പറയാനില്ല. നമുക്ക് ഇത് ഇനി വോളിയം 2 ഫൈനാലെ മടുപ്പാണെങ്കിൽ പോലും നമ്മളത് കാര്യമാക്കത്തില്ല. കാരണം ആ ലെവൽ ഈ വോളിയം 1-ലുണ്ട്. അത്രയും പൊളിയാണ് ഇത്. തിയേറ്ററിൽ പാക്ക്ഡ് ഓഡിയൻസിലൂടെ കാണേണ്ടൊരു സാധനമാണ്. ഇടയ്ക്കൊരു റൂമറുണ്ടായിരുന്നു, ഇതിൻ്റെ ഫിനാലെ അതായത് 31ൻ്റെ എപ്പിസോഡ് തിയേറ്ററിൽ, അത് 2 മണിക്കൂറിന് വേണ്ട ഡ്യൂറേഷൻ ഉണ്ട്. അപ്പോൾ തിയേറ്ററിൽ ഒരു സിനിമയായിട്ട് വരുമെന്ന്. അത് ഫേക്ക് റൂമറായിരുന്നു തോന്നുന്നു. സപ്പോസ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കാണുന്നവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് ഇതിൻ്റെ ഫാൻസ് ആണെങ്കിൽ തിയേറ്ററിൽ ഉറപ്പായിട്ട് ഫാൻസ് ആയിരിക്കുമല്ലോ ഉള്ളത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ പോയി കാണും. അത്രയും കിക്കായിരിക്കും ഫിനാലെ. കാരണം അതിന് വോളിയം 1 അങ്ങനെയാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. നമ്മളെല്ലാം കാണാൻ ആഗ്രഹിച്ച ഒരു 2ാമത്തെ 3ാമത്തെ സീസൺ തൊട്ട് കാണാൻ ആഗ്രഹിച്ചൊരു ട്വിസ്റ്റാണ് ഇതിൻ്റെ വോളിയം 1ൻ്റെ അവസാനത്തെ ക്ലിഫ് ഹാങ്ങറായിട്ട് കൊണ്ടിട്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ പലരും ഇതിൻ്റെ ഫാൻസ് എന്തായാലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഒരു രക്ഷയില്ല, വൻ പൊളി. ഞാൻ പറയില്ല, ഇത് ഔട്ട്സ്റ്റാൻഡിങ് സാധനമാണ്. തിയേറ്ററിൽ ക്രൗഡിൻ്റെ കൂടെ കാണേണ്ട, നമ്മൾ ബഹളം വെച്ച് വിസിലടിച്ച് കാണേണ്ട സാധനമാണിത്. അത്രയും പക്ക ഒരു സിനിമയെക്കാളൊക്കെ, നമ്മൾ ഹോളിവുഡിൽ വരുന്ന സിനിമകളെക്കാളൊക്കെ ഭയങ്കര മേക്കിംഗ് ക്വാളിറ്റിയും ടെക്നിക്കൽ ഫിനിഷും ഒക്കെ ഉള്ള വോളിയമാണ് ഇത്. ഉറപ്പായിട്ടും ഇത് തന്നെ ഇങ്ങനെയാണ് ബാക്കി ഇനി വരുന്ന 4 എപ്പിസോഡിൻ്റെ ലെവലിൽ പറയണ്ടല്ലോ. മാരക വെയിറ്റിംഗ് ആണ്. കൂടുതലൊന്നും അങ്ങനൊന്നും പറയുന്നില്ല. പിന്നെ ഒറ്റ കാര്യം പറയാനുള്ളത്, ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ ക്യാരക്ടേഴ്സിനും എനിക്ക് ആകെ തോന്നുന്നത് എപ്പിസോഡ് 4ൻ്റെ അവസാനം എത്തിയപ്പം ഇപ്പം ഡസ്റ്റിൻ, സ്റ്റീവ് ഇവരുടെ ആ ഒരു ഏരിയ കുറച്ചതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷെ അത് എൻഡിങ് ആയപ്പോൾ മനസ്സിലായി എന്തിനു വേണ്ടിയിട്ടാണെന്ന്. മറ്റേ സാധനം പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്യാനാണ്. ആ ഒരു കാരണം മാത്രമാണ് എനിക്ക് അതുവരെ ബാലൻസിങ് ആയിട്ട് കൊണ്ടുപോയിട്ട് അവിടെന്ന് ഒരു 1/4 മണിക്കൂർ ഇവരെ കാണുന്നില്ല ആ ഒരു ഫീൽ വന്നത്. അല്ലാതെ ഓക്കെയാണ്. സീസൺ 2-ൽ എനിക്കിതിലൊട്ടും ഇഷ്ടമില്ലാത്ത ഒരൊറ്റ എപ്പിസോഡുള്ളത് സീസൺ 2-ലെ ഒരു എപ്പിസോഡാണ്. എല്ലിൻ്റെ ഒരു വേറൊരു ട്രാവൽ കാണിക്കുന്ന ഒരു എപ്പിസോഡാണ്. എല്ലാവർക്കും അത് തന്നെ ആവാനാണ് ചാൻസ്. എന്തിനങ്ങനത്തെ ഒരു എപ്പിസോഡ്, എന്തിന് ആ സീസൺ 2 ആണ് ഇതിൽ ഉള്ളതിൽ കുറച്ച് നെഗറ്റീവ് ഉള്ളത്. അതിൽ തന്നെ മെയിൻ കാരണം ഈ ഒരു എപ്പിസോഡ് കൊണ്ടാണ്. അതിൻ്റെ ഒരു കണക്ഷനൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നൊന്നും പറയുന്നില്ല, കണ്ടു നോക്കൂ. അങ്ങനത്തെ പരിപാടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അന്ന് ഉണ്ടായ നെഗറ്റീവ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഉറപ്പായിട്ടും. അത് ജസ്റ്റ് ഇട്ടിട്ടേ ഉള്ളൂ. വോളിയം 2-ലാണ് അതിൻ്റെ കൂടുതൽ വരുന്നത്. അതൊക്കെ എന്താണെന്ന് അറിയാൻ വെയിറ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ല, അപ്പോൾ പല ക്ലിഫ് ഹാങ്ങർ ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. ഏതായാലും ഡിസംബർ 25 വരെ 1 മാസം വെയിറ്റ് ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തെ വിഷമം മാത്രമേ ഉള്ളൂ ഈ വോളിയം 1 കണ്ടതിൽ വെച്ചിട്ട്. അല്ലാതെ വേറൊരു വിഷമവും ഇല്ല. വൻ സാറ്റിസ്ഫൈഡ് ആണ്. സ്ട്രേഞ്ചർ തിങ്സ് ഫാൻസിന് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടാം. ഇപ്പം അല്ലാത്തവർ നേരിട്ട് വന്ന് ഈ സീസൺ 5 തുടങ്ങിയ, കാരണം ട്രെൻഡിനൊപ്പം എന്ന് പറഞ്ഞ സീസൺ 5 തുടങ്ങിയിട്ട് ഒരു കാര്യമില്ല. പ്രോപ്പറായിട്ട് സീസൺ 1 തൊട്ട് കണ്ടു തുടങ്ങിയാൽ മാത്രമേ കാര്യമുള്ളൂ. അത് വെർത്തായിട്ടുള്ളൊരു സീസണാണ്. ഉറപ്പായിട്ടും ഈ ഒരു പോക്കാണെങ്കിൽ വോളിയം 2-ഉം ഫിനാലേക്ക് ശേഷം ഗെയിം ഓഫ് ത്രോൺസിനും ബ്രേക്കിംഗ് ബാഡിനൊക്കെ മേളി വരും ഉറപ്പായിട്ടും. ഇപ്പം തന്നെ വ്യൂവർഷിപ്പിലൊക്കെ അതിന് മുകളിലാണ്. ഞാൻ പറയാം, നമ്മളാ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിലും ഉറപ്പായിട്ടും എത്തിയിരിക്കും. അപ്പം സീരീസ് ആയതുകൊണ്ട് തന്നെ റേറ്റിംഗ് ഒന്നുമില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.